ഇന്തോനേഷ്യയിലെ ഒരു മന്തി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുഡുകളൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് ചിലപ്പം മന്തി പോലെയുള്ള മറ്റു ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് കൂടെയുണ്ട്, അവരുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു മന്തി മെനു കാർഡ് ഈ രൂപത്തിലാണ്, കണ്ടില്ലേ? നമുക്ക് ഗ്രൂപ്പായിട്ട് കഴിക്കാൻ പറ്റും, സിംഗിളായിട്ടും കഴിക്കാൻ പറ്റും. മന്തിയുടെ കൂടെ മറ്റു ചില ഫുഡുകളൊക്കെ ഇവരോട് സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടീ, കോഫി, ബീഫ് സ്റ്റീക്ക്, അതുപോലെ തന്നെ മറ്റു ചില അറേബ്യൻ ഫുഡുകളൊക്കെ ഇവരിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് ബില്ല് വാങ്ങിച്ച് നമ്മുടെ സീറ്റിൽ ചെന്നിരുന്നാൽ 5 നിമിഷം കൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് മന്തി എത്തും. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ അടിപൊളി സ്റ്റാഫുകളാണ്. അതായത് കസ്റ്റമേഴ്സിനോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാൻ എന്ന് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്ത സ്റ്റാഫുകളാണ് ഇവരൊക്കെ. ഒരു രീതിയിലുള്ള മടുപ്പോ ഒരു നെഗറ്റീവ്സോ നമുക്ക് ഫീൽ ചെയ്യൂല. റെസ്റ്റോറൻറ്റ് കണ്ടോ, ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണത്. നമ്മുടെ കാറ് മുമ്പിൽ പാർക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് വന്നിരിക്കാം. മറ്റൊരു ഭാഗത്ത് AC റൂമുണ്ട്, നമുക്ക് വേണമെങ്കിൽ അവിടെയും പോയിരിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമസ്കരിക്കാനുള്ള സൗകര്യം, ബാത്റൂം, കുളിക്കാനുള്ള സൗകര്യം, മസാജ് ചെയ്യാനുള്ള ചെയറാണ് ഈ കാണിക്കുന്നത്. ഈ ചെയർ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇരുന്ന് മസാജ് ചെയ്യാൻ പറ്റും. പക്ഷേ മന്തി കഴിക്കാൻ വരുന്നവർക്ക് മാത്രമാണ് ഈ ചെയർ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. കണ്ടില്ല, നമ്മുടെ മന്തി എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യൻ ബസ്മതി റൈസാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. ഒരു ഷവായ ചിക്കൻ പോലെയുള്ള ഒരു ടേസ്റ്റാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഷവായ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ് ടേസ്റ്റ്. പിന്നെ ഈ മന്തിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ സ്പൈസസ് ഇവർ ആഡ് ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിലേതുപോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എന്നാലും നല്ല രുചി തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു, എൻ്റെ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടു. അവരൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ആദ്യമായിട്ട് വരികയാണ്. അപ്പം ഇത് കണ്ടത് ബീഫ് സ്റ്റീക്കാണ്. ബീഫ് സ്റ്റീക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ എക്സ്പെൻസീവാണ്. എന്നാൽ ഇവിടെ അത്ര വില വരുന്നില്ല. അതൊരു റൊട്ടിക്കകത്ത് ചുരുട്ടിയെടുത്ത് പീസാക്കി നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചു തരും. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. ഈ ഭാഗത്ത് ഒരുപാട് ഓഫീസുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രാജ്യത്തെ ആളുകളും ഇവിടെ ജോലി ചെയ്യാനും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാനും എത്താറുണ്ട്. അപ്പോൾ അത്ര ആളുകൾക്ക് വ്യത്യസ്ത ഫുഡുകൾ, ഇന്ത്യൻ ഫുഡ്, അറേബ്യൻ ഫുഡ്, അതുപോലെ തന്നെ കൊറിയൻ, ജാപ്പനീസ്, യൂറോപ്യൻ സ്റ്റൈൽ ഫുഡുകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അറേബ്യൻ ഫുഡാണത്. നല്ല അടിപൊളി മന്തി.